ഇന്ന് നമ്മൾ മഹത്തായ സംരംഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണേ. ഒന്നുമില്ല, നമ്മൾ കാഞ്ഞാണി വരെ പോവാണ്. നമുക്ക് അച്ചാർ നിറയ്ക്കാനുള്ള ബോട്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണത്. 2 വീലറിന് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത്. കാരണം നമ്മൾ 1 രൂപ പോലും ലാഭം കണക്കാക്കേണ്ട ഒരു ബിസിനസ്സാണല്ലോ അച്ചാർ ബിസിനസ്. അപ്പോൾ നമ്മൾ 2 വീലറിനാണ് പോണത്. ഞാനും ചേട്ടായും കൂടിയിട്ടാണ്. ഏകദേശം തൃപ്രയാർ എത്തിയപ്പോൾ തന്നെ നമ്മുടെ കാറ്റ് തീർന്നു. എന്തെങ്കിലും ഇന്ധനം കയറ്റിയാൽ മാത്രമേ ഇനി വണ്ടി മുന്നോട്ട് പോകുള്ളൂ എന്ന് തോന്നി. അപ്പോൾ നമ്മൾ വഴിയിൽ കണ്ട ഒരു കക്കരി ജ്യൂസിൻ്റെ ഒരു കടയിൽ പോയിട്ട് കക്കരി ജ്യൂസ് കുടിച്ചു. ചേട്ടായിക്കാണെങ്കിൽ ഒരെണ്ണം കുടിച്ചിട്ട് മതിയായില്ല, പിന്നെയും കുടിച്ചു. പിന്നെയും നമ്മളങ്ങനെ യാത്ര തുടർന്നു. ഇപ്പോൾ ഒരു കണ്ടശാങ്കട എത്തിയപ്പോൾ ഒരു ഇത്തിരി ഒരു തണുത്ത കാറ്റ് വന്നിട്ടാ. ആ പുഴയിൽ നിന്നുള്ള കാറ്റ് കാരണമായിരിക്കണം ഈ പുഴയോടൊക്കെ സ്നേഹം തോന്നുന്നത് ഇത്തരത്തിലുള്ള അവസരത്തിലാണ്. നമ്മൾ പിന്നെ കാഞ്ഞാണിയിലെത്തി. മിൻ പോളിമേഴ്സിലേക്കാണ് നമ്മൾ പോയത്. അവിടെ ചെന്നു. ബോട്ടിൽസൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. ഒരുപാട് തരത്തിലുള്ള ബോട്ടിൽസ് അവിടെ അവൈലബിൾ ആയിരുന്നു. എല്ലാത്തരം കോസ്മെറ്റിക്സിനും ഓയിൽസിനും പിക്കിൾസിനും എല്ലാത്തിനും പറ്റിയ ബോട്ടിൽസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് അപ്രോപ്രിയേറ്റ് ആയ ടൈപ്പിലുള്ള 2 തരം ബോട്ടിൽസ് സെലക്ട് ചെയ്തു. അതിൻ്റെ പേയ്മെൻറ്റൊക്കെ നടത്തി. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവരതൊക്കെ ഉച്ചയായപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ ഫുഡ് കഴിക്കുമായിരുന്നു. എന്നാലും അവർ വേഗം വന്നിട്ട് നമ്മുടെ ബില്ല് നോക്കി അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തു തന്നു. അപ്പോൾ അതും കൊണ്ട് വീണ്ടും പൊരി വെയിലത്ത് യാത്രയായിരുന്നു. വീട്ടിലെത്തിയപ്പോഴും എനിക്ക് ആകെ ഒരു ക്ഷീണമായിരുന്നു. വെയിലത്ത് വന്നതിൻ്റെയും പിന്നെ എന്തൊക്കെയോ ഒരു ക്ഷീണവും അലസതയും അവശതയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പബ്സ് കണ്ടപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറി. പബ്സ് കണ്ട അങ്ങനെയാണ് എനിക്ക് എപ്പോഴും ആക്രാന്തം വരും. വേഗം അതൊക്കെ കഴിച്ച് തീർത്തല്ലേ മതിയാവുള്ളൂ. നമുക്ക് അച്ചാറിൻ്റെ ബാക്കി പരിപാടികളുണ്ട്. വെളുത്തുള്ളി നന്നാക്കണം, പച്ചമുളക് അരിയണം, ഇഞ്ചി അരിയണം. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ മുക്കി വെച്ച് വാറ്റി വെച്ച് അതൊക്കെ അരിഞ്ഞു. പിന്നെ ബീട്രൂട്ട് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടൊക്കെ അരിയേണ്ടതുണ്ടായിരുന്നു. ആദ്യം അതിനൊക്കെ പീൽ ചെയ്ത് വെച്ചു, പിന്നെ കട്ട് ചെയ്തു. പിന്നെ ചേട്ടായി രാത്രി വന്നിട്ടാണ് നമ്മുടെ അച്ചാർ ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ഒരു സന്ധ്യ ആയപ്പോൾ തന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കി. നമുക്ക് പിന്നെ അച്ചാർ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്കാണ്. അവിടെ നിറച്ച് കണിക്കൊന്നങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. വിഷുവാകുമ്പോഴത്തേനും ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നമ്മൾ എസ്എംഒരു സെൻറ്ററിലേക്ക് പോയി. ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. അവിടെ അച്ചാർ കൊടുക്കാൻ വേണ്ടി തന്നെ നമ്മൾ പോയതാണ് ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട്. അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ട് കുറച്ച് നേരം നമ്മുടെ എസ്എംപുറത്തുള്ള കടയിൽ നമ്മൾ ചെന്നിരുന്നു. അപ്പോൾ ഘോഷ് നമുക്ക് ചായ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒന്ന് ഉഷാറായത്. രാവിലത്തെ ക്ഷീണം മാറിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.